അങ്ങനെ ഇനിയുണ്ട് എനിക്ക് 13 മിനിറ്റും കൂടെ സഞ്ചരിക്കാൻ. ഞാൻ ആക്ച്വലി ഇത്രയും ദൂരം ഓടിയെത്തുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഇത്രയും ദൂരം ഓടിയെത്തുന്ന ഒരു റോൾസ് റോയ്സാണ് പോയത്. ഞാനൊരു തംസപ്പ് കൊടുത്ത് പുള്ളിക്ക് മുടക്കിയ കാശ് പുള്ളിക്ക് കുറച്ച് വില കിട്ടിക്കോട്ടെ. അപ്പോഴത്തേക്ക് വാ വെള്ളം 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 കോടമഞ്ഞിൽ ഡക്കഡമ്പിൽ. അപ്പോൾ ഞാൻ ഒട്ടും ഈ സമയമാകുമ്പോൾ എത്തുമെന്ന് വിചാരിച്ചില്ല. പോലീസല്ലേ ഇത്? ഏതാ ബൈക്ക്? ഞാനിന്ന് ഡ്രൈവിങ് ആകെ മടുത്തിരിക്കുകയായിരുന്നു. ഇന്നത്തെ ഭയങ്കര തിരക്കും ചൂടും. ഞാൻ ഇത്രയും ട്രാഫിക് ബ്ലോക്കിൽ ഈ അടുത്തൊന്നും കടന്നിട്ടില്ല. 9 ട്രാഫിക് ബ്ലോക്ക്. എനിക്ക് ക്യാൻഡി എത്തിയപ്പോൾ അങ്ങ് മതിയായി. ഞാൻ ക്യാൻഡി തന്നെ ഒരു ഹോട്ടലെടുത്ത് താമസിച്ചിട്ട് നേരെ കൊളംബോയ്ക്ക് വിട്ടാലോ എന്ന് ആലോചിച്ചാൽ. പിന്നെ ഇത്രയും വന്നിട്ട് ഹൈ കൺട്രി കയറാതെ പോയാൽ അതെനിക്കൊരു വലിയൊരു നഷ്ടമായിട്ട് മാറും. പിന്നെ ഈ ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാനതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്തും വരട്ടെ നമ്മൾ ഞാൻ പുഷ് ചെയ്താണ്. ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഇന്ന് ഞാൻ സോളോ ആയതുകൊണ്ട് മാത്രം നടന്നൊരു സംഭവം കേട്ടോ. ഞാൻ വേറൊരാളായിട്ട് വന്നിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അയാളുടെ ഒരു മെൻ്റൽ ഇതും കൂടെ ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ തന്നെ അനുമാനിക്കാം പുള്ളിക്ക് മതിയായി, പുള്ളിക്ക് നല്ല പ്രശ്നമുണ്ട്, എന്നാൽ പിന്നെ നിർത്താം എന്ന് ഞാൻ തന്നെ. ആക്ച്വലി ഞാൻ പുള്ളിയോട് പറയും, നമുക്കെന്നാൽ ട്രിപ്പ് കട്ട് ഷോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ നിന്നിട്ട് വേറെ അടുത്ത ദിവസം പോകാം, അങ്ങനെ വല്ലതും പറയും. ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യും, എനിക്കങ്ങനെ തോന്നിയിട്ട്. പക്ഷേ എനിക്ക് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞാനായിട്ട് ഇങ്ങനെ ആളെ പുഷ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ സോളോ ആയതുകൊണ്ട് ഇമ്മാതിരി ചെയ്ത്തൊക്കെ സോളോ ആയതുകൊണ്ട് നടക്കും. ഞാൻ ആദ്യമായിട്ടാണ് സോളോ പോകുന്നത്. സോളോയുടേതായൊരു ഹൈ ഉണ്ട്. പക്ഷേ ഇപ്പം ഞാനിപ്പം ഇങ്ങനെ ക്യാമറയെ കൂടെ സംസാരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു എൻജോയബിളായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതൊരു എൻജോയ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ വിളിച്ചിരുന്നു. അവന് ഓരോരോ വാലിഡ് പ്രശ്നങ്ങൾ കാരണം അവന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവനായിട്ട് അടുത്ത ദിവസം ട്രിപ്പ് പോകണം. എന്നിട്ട് ട്രിപ്പ് പോകുമ്പോഴത്തേക്കും ബൈക്ക് ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഫുള്ള് ഫോഗായി. എൻ്റെ പഞ്ഞ ബൈക്ക് ട്രിപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഇൻ്റർകോംസ് വയ്ക്കണം. ഞങ്ങൾ ഞാനും ഭാര്യയും കൂടെ ലേയിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഇൻ്റർകോംസ് വാങ്ങിച്ചു വെച്ചായിരുന്നു. സ്കാല റൈഡർ 3. അത് സൂപ്പറാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് റിയൽ ടൈമിൽ വയർലെസ് വഴി സംസാരിച്ച് നമുക്ക് യാത്ര ചെയ്യാം. അത് സൂപ്പറായിരുന്നു. അതാകുമ്പോഴത്തേക്കും പിന്നെ ഭാര്യയായിട്ടാകുമ്പോഴത്തേക്കും സംസാരം നടക്കും, അടിയും നടക്കും. അങ്ങനെ വെച്ച് ഞങ്ങൾ ഇന്ന് കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഒരു ബലാരിഷ്ടങ്ങളൊക്കെ മാറുന്ന സമയം. അപ്പം ഇടയ്ക്ക് സ്നേഹം ഇടയ്ക്കടി, ഇടയ്ക്കടി, അങ്ങനെ ഞങ്ങൾ 30 ദിവസം റോട്ടിലുണ്ടായിരുന്നു. ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ലഡാക്കിൽ പോയി, ലഡാക്കിൽ നിന്ന് പിന്നെ കന്യാകുമാരി വരെ, പിന്നെ കന്യാകുമാരി തിരിച്ച് നമ്മുടെ സ്വദേശം ചേർത്തല വരെ നമ്മൾ പോയി. അങ്ങനെയായിരുന്നു. കോട ഇത്രേ 10 മിനിറ്റും കൂടെ. ഇറ്റ് ഈസ് ഓസംലി കോഡാസ്. അപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ കുറച്ചും കൂടെ അന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു എക്യുപ്മെൻറ്റ്. ഇപ്പോൾ കുറച്ചും കൂടെ ചീപ്പ് സാധനങ്ങളൊക്കെ കിട്ടും. അതെന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അതൊരു രസമാണ്. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും അത് കണ്ട, ഇത് കണ്ട, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, നിനക്ക് എന്തെങ്കിലും വേണം, എനിക്ക് വിശക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് സംസാരിച്ച് പോകാൻ പറ്റും. കോടമഞ്ഞ്. ദിസ് ഈസ് പ്രോപ്പർ. എൻ്റെ പൊന്നോ, അതൊരു വല്ലാത്ത ടേണായിരുന്നു. ഞാനെന്തോ ഭയങ്കര പൊക്കത്തെത്തിയ പോലെ എനിക്ക് തോന്നുന്നു. പട്ടി ചാടല്ലേ. എൻ്റെ വിസിബിലിറ്റി ഡൗൺ ടു 30%. അപ്പോൾ വീണ്ടും നമ്മൾ കോടയിലോട്ട് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എവിടെ എന്തെങ്കിലുമൊക്കെ ഐ ഡോണ്ട് നോ ഇഫ് യു ആർ സീയിങ് എനിത്തിങ്. പക്ഷേ എനിക്ക് ഒരു 30% വിസിബിലിറ്റിയേ ഉള്ളൂ.
നാനോ അല്ലേ ഇത് നമ്മുടെ നാനോ 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 എനിക്കൊരു നാനോ ഉണ്ടായിരുന്നു. സോറി, എനിക്ക് 2 നാനോ ഉണ്ടായിരുന്നു. ഒന്ന് മാനുവൽ സ്റ്റിയറിങ്ങും ഒന്ന് പവർ സ്റ്റിയറിങ്ങോ. പവർ സ്റ്റിയറിങ് പെട വണ്ടിയായിരുന്നു. ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി ശരിയായതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി വിറ്റത്. ഞാൻ മറ്റേത് മാനുവൽ സ്റ്റിയറിങ് അച്ഛൻ വാങ്ങിച്ചതായിരുന്നു. പവർ സ്റ്റിയറിങ്ങാണ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് വാങ്ങുന്ന കാറ് എൻ്റെ പേരിൽ. സൂപ്പർ വണ്ടിയായിരുന്നു അത്. സിറ്റിയിൽ കൊണ്ടു നടക്കാനൊക്കെ. അത് പൊട്ടി ഒന്നും എനിക്കറിയത്തില്ല. ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയായിരുന്നു. ചെറിയ മെക്കാനിസംസൊക്കെ ആയിരുന്നു. ഒട്ടും സേഫല്ല. പിന്നെ എത്ര സേഫായിട്ടുള്ള വണ്ടി ഇടിച്ചാലും പണി കിട്ടും. എന്നാലും നമുക്കൊരു കോൺഫിഡൻസ്. ഹൈവേയിൽ ലോങ് ട്രിപ്പിനൊന്നും പറ്റത്തില്ല. ഒന്നും കാണാതെയുള്ള കയറ്റമാണ്. അപ്പോൾ ഇവിടെ പോലീസുകാരുണ്ടാവുമോ? വെള്ള ലൈനെ ശരണം. ഞാനിപ്പോൾ വെള്ള ലൈൻ നോക്കിയാണ് ഓടിക്കുന്നത്. ഞാൻ അടുത്തെത്താറ്. ഇനി 6 മിനിറ്റും കൂടെ. വാവ്, സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഒന്നും കാണത്തില്ല. അവിടെ ഫുള്ള് വെള്ളമായിരിക്കും. എന്നിട്ട് രാവിലെ എണീക്കുമ്പോഴാണ് നമ്മൾ എവിടെയാണെന്ന് അറിയുന്നത്. താമസ സ്ഥലം, എൻ്റെ പൊന്നോ, താമസ സ്ഥലം ഏത് ലൊക്കേഷനിലാണെന്ന് അറിയുന്നത് രാവിലെ എണീക്കുമ്പോഴായിരിക്കും. അതൊരു നല്ലൊരു ഫീലാണ്. ചിലപ്പോൾ വല്ല കൊക്കയുടെ സൈഡിൽ വല്ലതൊക്കെ ആയിരിക്കും. ഒരു ഒടുക്കത്തെ ക്ലിഫ്. ചിലപ്പോൾ ഒട്ടും വ്യൂ ഉണ്ടാകത്തില്ല. വെറുതെ ഒരു കുറേ കാട്ടിലോട്ടുള്ള വ്യൂ ആയിരിക്കും. എനിക്ക് തൽക്കാലം ഒന്ന് കിടന്നാൽ മതി. ഐ ജസ്റ്റ് വോണ്ട് ടു സ്ലീപ്പ്. എത്താറായി എനിക്ക് വരേണ്ട സ്ഥലം. എവിടെയാണോ? ആ ബൈക്കിന് ഞാൻ വട്ടം ചാടി. എന്താ? ഓക്കെ, ഇതാണെന്ന് തോന്നുന്ന വഴി. മിക്കവാറും എൻ്റെ പൊന്ന ഫസ്റ്റ് ഗിയറിലാണ്. എനിക്കറിയായിരുന്നു മിക്കവാറും ഇതുപോലത്തെ ഗുദാമിലൊക്കെ ആയിരിക്കും ഈ ഹൈ റേഞ്ചിലുള്ള വീടുകൾ. അവരെ വീട്ടിൽ താമസിക്കുന്നവരെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഇത് നോർമൽ. അവർ എന്നും ട്രാവൽ ചെയ്യുന്ന ഒരു പ്രശ്നമില്ലാത്ത. ഇതൊക്കെ എന്ത് പ്രശ്നം? വഴി പുതുമക്കാർക്ക് ഇതൊരുമാതിരി അവസാന പരീക്ഷണം. വീടെത്തുമ്പോൾ തിരിച്ച് ഓക്കെ ഓൺലി 10 മിനിറ്റ്സ് ബാറ്ററി. എനിക്കറിയാം നമ്മളെത്തിയല്ലോ. മോനെ. സെക്കൻഡ് ഗിയറിലെത്തിയ ഞാൻ അതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ സെക്കൻഡ് ഗിയർ നേരെയാണോ? നേരെ. എൻ്റെ പൊന്നോ, കൊക്കയിലോട്ടൊന്നും വീഴാണ്ടിരുന്നാൽ മതി. ഫസ്റ്റ് ഗിയർ. എന്നാലും സെക്കൻഡ് ഗിയറിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഗിയറിൽ പോയാലും എൻജിൻ കിടന്ന് കരയണത് കേട്ടോണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് സെക്കൻഡ് ഗിയറിൽ പോകുന്നത്. പിന്നെ നാട്ടുകാർ വിചാരിക്കും ഇവനെന്താണ് കിടന്ന് ഇരപ്പിച്ചുകൊണ്ട് പോകണമെന്ന്. അതുകൊണ്ടാണ് കമോൺ, യു ക്യാൻ ഡു ഇറ്റ്. യാ, ഫോറസ്റ്റ് വ്യൂ ലോഡ്ജ് ഇതാണെന്ന് തോന്നുന്നു. ഏതാണ് ഇതാണെന്ന് തോന്നുന്നു. ദിസ് ഇസ് ഇറ്റ്.